ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടിയും ചോറും വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ ഏത് കറികൾ വേണമെങ്കിലും ചേരും. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കറികളൊന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. രാവിലെ ഉണ്ടാക്കി വൈകിട്ട് വരെ ഇരുന്നാലും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞ് പോലെ തന്നെ ഇരിക്കും. ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. എന്നാൽ മാത്രമേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് ഏതരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചോറെടുത്ത ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ചോറെടുക്കുന്ന അതേ അളവിൽ തന്നെ വേണം അരിപ്പൊടിയും എടുക്കാൻ. എന്നാലേ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു പകുതി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. എന്നാലേ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പലഹാരത്തിന് നമ്മൾ ഈ ചെറിയ ജീരകവും തേങ്ങയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു പൊലിപ്പവും ഒരു സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും ആ ഒരു മാവിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചോറും അരിപ്പൊടിയും എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് എത്രത്തോളം വെള്ളം വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. മാത്രമല്ല പൊടിയുടെ മേളിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം താഴോട്ട് ഇറങ്ങി പോവാതെ മേളിൽ തന്നെ നിൽക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. മിക്സിയിൽ ജാർ വെച്ചിട്ട് ഓണാക്കി കൊടുക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു പ്രഷറിൽ ചിലപ്പം അടപ്പൊക്കെ തെറിച്ചു പോയി വെള്ളമെല്ലാം പുറത്തോട്ടാവും. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു പേടി വേണ്ട. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കറക്റ്റ് പരുവം. തേങ്ങ കിടക്കുന്നതുകൊണ്ട് എത്ര നന്നായിട്ട് അരച്ചാലും ഇതുപോലെ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവും. എന്നാലും നമ്മൾ നന്നായിട്ട് അരച്ചിട്ടെടുക്കുമ്പോൾ ഇതുപോലെ ഇരുന്നാലും കുഴപ്പമില്ല. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കിട്ടുമ്പോൾ. ഇനി ഈ മാവിലേക്ക് ഒരു കാര്യം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അതിനായി ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതേപോലൊരു സ്പൂൺ അളവിൽ 2 സ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ ഒരു മാവിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് കൊടുത്ത് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ആ ഒരു പലഹാരത്തിന്. ഇപ്പോൾ ഈ ഒരു ഉള്ളിയും മുളകും നന്നായിട്ട് എണ്ണയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉള്ളിയും മുളകും മാവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത്രയും കട്ടിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കണം. അതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒരു 3 എണ്ണം ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കുമ്പോഴായിരിക്കും നന്നായിരിക്കുന്നത്. കാരണം വലുതാക്കി എടുക്കുമ്പോൾ നമുക്കിത് മറിച്ചിടാനൊക്കെ പാടായിരിക്കും. മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയില്ലാതെയും ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും അതിനേക്കാളും ടേസ്റ്റ് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. പാനിൽ നമ്മൾ ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ മാവിന് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല, ഒലിച്ചു പോവും. അതുകൊണ്ടാണ് മാവ് ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇത് ചുട്ടെടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. 2-3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിക്കണം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. കാണാനും നല്ല ഭംഗിയാണ്. തീർച്ചയായിട്ടും എപ്പോൾ ഏത് നേരം വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു റെസിപ്പി 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ മാവിലും ഞാനിവിടെ ചുട്ടു വെച്ചിട്ടുണ്ട്. അരിപ്പൊടി മാത്രമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഈ വീഡിയോസിൻ്റെ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ്. തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോസും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.